കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നൊരു വർഷം മീറ്റിംഗ് കർത്താവേ, അടികൾക്ക് എല്ലാവർക്കും വലിയ വിടുതലും ആശ്വാസമായി തീരുമാനമാവണം. സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന കൃപയോട് സ്വാതന്ത്ര്യമാവേ, ദാസന്മാരോട് ബലപ്പെട്ടത് കർത്താവേ, വലിയ അത്ഭുതം കർത്താവിന് ചെയ്യാൻ പോകുന്നതിനായി നന്ദിയോട് സ്വാതന്ത്ര്യമാവേ. ആ തിരുവചന കർത്താവേ, എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതലായി തീരുമാനമാവണ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്വാതന്ത്ര്യം കർത്താവേ. ആദ്യോണം കർത്താവേ, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്ന കർത്താവേ, കൃപയ്ക്കൊളിപ്പതിനും പ്രാർത്ഥനയുണ്ടായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ കണ്ണുകളും നിമിഷം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാ കണ്ണുകളും ചില നിമിഷങ്ങൾ ദൈവസന്നിധി അടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. പകലിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിയമങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ പകലിൽ നമ്മുടെ നടുവിൽ ചതിക്കപ്പെടേണ്ടതിന് എല്ലാവരും ചില നിമിഷങ്ങൾ അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കണം. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നാം കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ അസാധാരണമായി ഇറങ്ങി വരേണ്ടതുണ്ട്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ വലിയ മഹത്വമാണ്, വലിയ മഹത്വമാണ്. അതരപ്രബലകളും ശബ്ദം പ്രമാണനാഥന അതരാജകൽക്കനാദിയ ശബ്ദീരി സാധാരണമായ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ചലിക്കണം. കർത്താവിനോട് പറയുന്നു, ഓ നിൻ കൃപ മതി എനിക്ക് ഈ മരുയാത്രയായി, തിരുകൃപ മതി എനിക്ക് ഈ മരുയാത്രയിൽ, ഈ മരുയാത്രയായി. ഒരിക്കൽ കൂടെ നാദാ നാദാ നീ മതി എനിക്ക്. ശബ്ദം ഉയർത്തി പാടി, ഓ നിൻ കൃപ. എല്ലാവരും അതരങ്ങൾ തുറന്നാട്ടെ. ഓ നാദാ നീ, നിൻ കൃപ. ശബ്ദമുയർത്തി നാദാ നീ, നിൻ കൃപ മതിയേ. ഇന്ന് പകലത് ആഗ്രഹിക്കുന്നവർ വീഴും. ഓ നാദാ നീ, നിൻ കൃപ മതിയേ എനിക്ക് ഈ മരുയാത്ര, ഈ മരുയാത്ര. തിരുകൃപ മതി. പറഞ്ഞ ഈ മരുയാത്ര, ഈ മരുയാത്രയായി. ഓ തിരുകൃപ. ജീവിതയാത്രയായി ഭാരങ്ങളേറിയിടുമ്പോ തളരാതെ ഓടിയിടുവാൻ തിരുകൃപ, തിരുകൃപ മതി. ജീവിത ഭാരങ്ങൾ, ജീവിതയാത്രയായി ഭാരങ്ങളേറിടുമ്പോൾ, ഭാരങ്ങളേറിടും യേശുവേ. തളരാതെ ഓടാൻ, തളരാതെ ഓടിയിടുവാൻ തിരുകൃപ, തിരുകൃപ മതി. ഓ നാദാ നീ മതിയേ, ഓ നിൻ കൃപ. നാദാ നീ. എല്ലാ ശബ്ദവും ഉയർത്തി പറഞ്ഞേ, ഓ നിൻ കൃപ. ഒരിക്കൽ കൂടെ നാദാ നാദാ നീ മതി, നിൻ കൃപ മതിയേ.
നാദാനി മതിയേനി. ശബ്ദമുയർത്തിയാൽ നിൻ കൃപ നാദാനി മതിയേനി. നിൻ കൃപ ഓ നാദാനി യേശുവിൻ നാമത്തിൽ ഓ നിൻ കൃപ യേശു യേശു യേശുവാരിലും വലിയവൻ. ആ ഉറപ്പകത്തുള്ളവരെല്ലാം യേശു യേശു യേശുവാരി മതിയായ. പറഞ്ഞ ശബ്ദമുയർത്തി യേശു യേശു യേശുവാരിലും യേശു യേശു യേശുവാരി യേശു. ചേർന്ന എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞ് യേശുവാൻ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശു യേശു യേശു. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി യേശു യേശു യേശുവാരിലും യേശു യേശു. യഹോവയായി ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ നാടിത്തിണരാ സൗഖ്യം. യഹോവയായി യഹോവയായി ദാതാവാം ദൈവം നീ മാത്രം മതി. യഹോവ റാഫ സൗഖ്യദായകൻ നാടിത്തിണരാ. യഹോവ ശമ്മ കൂടെയിരി നൽകുമാവൻ ആവശ്യങ്ങൾ. നീ മാത്രം നീ മാത്രം. എല്ലാവരും ശബ്ദം ഉയർന്നുണ്ട് നീ മാത്രം. ഓ നീ മാത്രം. നീ മാത്രം മതി. നീ മാത്രം യേശു മാത്രം. ഓ യഹോവ എലോഹി സൃഷ്ടാവാം ദൈവം നിൻ വചനത്താൽ ഉളവായ യഹോവയില്ലോ അത്യുന്നതൻ നീ. നിന്നെപ്പോലെ മറ്റാരും യഹോവ എലോഹി സൃഷ്ടാവാം ദൈവം നിൻ വചനത്താൽ യഹോവയില്ലോ അത്യുന്നതൻ നിന്നെപ്പോലെ. യഹോവ ശാലോം എൻ സമാധാനം നൽകി നീ ശാന്തി എന്നിൽ.
യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം. യേശു മാത്രം, യേശു മാത്രം. യേശു മാത്രം, യേശു മാത്രം മതി. ഓ യേശു മാത്രം, യേശു മാത്രം. എത്ര പേർ പറയും കർത്താവ് മാത്രം മതി? ഓ യേശുവേ ഇല്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. ഓ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. ഓ യേശുവേ, ഓ യേശുവേ, ഓ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. ഓ യേശുവേ, ഓ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ ഇന്നു പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഓ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം, ഓ യേശുവേ അങ്ങിലലിയുവാൻ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ. എത്ര പേർ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ ആ കർത്താവിനോട് അലിയുവാൻ, അവന്റെ സ്നേഹം അനുഭവിക്കുവാൻ, ആ കർത്താവിന്റെ കൃപ അനുഭവിക്കുവാൻ? ഓ നാദാനിമാൻ എനിക്ക്, ഓ നിൻ കൃപ മതി എനിക്ക്. പറഞ്ഞ എത്ര പേർ ആദരം കൊണ്ട് പറയും ആ ദൈവം മാത്രം മതി? ശക്തിയോടെ ശബ്ദമുയർത്തി നാദാ, നാദാ അങ്ങു മാത്രം. ഓ നിൻ കൃപ. ഇത് പാടുന്നതോടെ മേലെ ഇത് പകലത് വീഴുക. ഓ നാദാ ആ കൃപയുടെ കരം ഇന്ന് പകൽ വീഴുക. ഓ നാദാ കൃപ. നാദാ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അത് തുറക്കുക. ഒരു കൃപയുടെ കരം. അവൻ അർഹതയില്ലാത്ത സ്ഥാനത്ത് വീഴുന്നതാണ് അവൻ കൃപ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇതിന്റെ അകത്ത് അർഹതയില്ലാത്ത ചിലതിനെ പൊക്കാൻ, അർഹതയില്ലാത്ത ചിലതിനെ ഉയർത്താൻ, അർഹതയില്ലാത്ത ചിലതിനെ അവൻ മാനിക്കുവാൻ, അവൻ ദൈവം ചിലതിന്റെ മീതെ ഇന്നു പകൽ ആ കൃപ കൈമാറുക. എത്ര പേർ വിശ്വസിക്കുന്നു? ഓ നാദാദിമാതി. ഇന്ന് പകലത് വീഴുക ചിലതിന്റെ മേൽ. ഓ നി കൃപ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ. ഓ നാദാദിമാതി. ദൈവം പോഷകമായി ഇതിനെ തിരഞ്ഞെടുത്തു. ഓ നി കൃപ. ഓ നാദാ. ഇന്ന് പകൽ കൃപ നിന്റെ മേൽ വീഴുമ്പോൾ ചില ജ്ഞാനികളെ ലജ്ജിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നിന്നെ ഉയർത്താൻ പോകുകയാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഇന്നു പകൽ ദൈവത്തിന്റെ കൃപ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കൃപയുടെ ഒരു കരം. വിശ്വസിക്കുന്നവർ ചില നിമിഷങ്ങൾ ആരാധിച്ചാട്ടെ.
വിശ്വസിക്കുന്നവർ ചില നിമിഷങ്ങൾ ആരാധിച്ചാട്ടെ. ചിലത് നിന്റെ മുൻപിൽ ലജ്ജിക്കത്തക്കവണ്ണ, ചിലത് നിന്റെ മുൻപിൽ തകരത്തക്കവണ്ണ, ചിലത് നിന്റെ മുൻപിൽ നിന്ന് വഴിമാറത്തക്കവണ്ണ ദൈവത്തിന്റെ കൃപ ഇന്ന് പകലിൽ അത് ചിലതിന്റെ മീതെ വീഴുക. വിശ്വസിക്കുന്നവർ നിന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ കൃപ, നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ കൃപ, നിന്നെ നടത്തുന്ന ദൈവത്തിന്റെ കൃപ, നിന്നെ അത്ഭുതമാക്കുന്ന വീഴുക ചിലതിന്റെ മീതെ സ്വർഗം ഇന്നത് പകൽ തുറക്കുക. ഒരു മറിയയുടെ മേൽ ദൈവത്തിന്റെ കൃപ വന്നപ്പോൾ അവിടെ ജീവിതത്തിന്റെ അകത്ത് അത്ഭുതം സംഭവിച്ചതുപോലെ ഇന്ന് പകൽ കൃപയാ ചില അത്ഭുതങ്ങൾ ഇതിനകത്തിരിക്കുന്ന ചിലതിന്റെ മീതെ ദൈവം ഇന്ന് പകൽ തുറക്കുക. കൃപ വീണാൽ സൂപ്പർ നാച്ചുറൽ ഇന്ന് പകൽ നിന്റെ ലൈഫിനകത്ത് ചിലതിന് അംഗീകരിക്കാൻ കഴിയാത്തത്, ലോകത്തിന് അംഗീകരിക്കാൻ കഴിയാത്തത്, വ്യക്തികൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്, കുടുംബക്കാർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്, സഹോദരങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൃപ വീണ നിന്റെ മേൽ ഇത് പകലത് പ്രാപിക്കാൻ കഴിയുന്നവർ നീ തകരത്തില്ല. കൃപ നിന്റെ മേൽ വീണാൽ നീ തകരത്തില്ല. കൃപ നിന്റെ മേൽ വന്നാൽ നീ പരാജയപ്പെടത്തില്ല. അന്തര പ്രഭാവന ജനാദരാധര അതരമനഘടക ശന്തൽ പ്രഭാവനാദര ഓ നാദാവിമാതി എനിക്ക് ഓ നീ കൃപമാതി പറഞ്ഞ എല്ലാവരും അതരം തുറന്നു പാടിയേ. ഓ നാദാവിമാതി യേശുവേ ഓ നാദാ അറിയാത്ത നന്മകൾ അറിയാത്ത നന്മകൾ യാചിക്കാത്ത നന്മകൾ പോലും യാചിക്കാത്ത ഒരിക്കൽ കൂടെ അറിയിക്കാത്ത നന്മകളും എനിക്കേകിലും അറിയിക്കാത്ത നന്മകൾ നന്ദിയോടെ ഞാൻ സ്തുതി പാടും ചെയ്തോ നന്ദിയോടെ ഞാൻ. എത്ര പേർക്ക് നന്ദിയുണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, അവൻ നടത്തിയ വിധങ്ങൾക്കായി? എന്റെ യേശുനാഥാ
ചൊല്ലുന്നു ഞാൻ, നന്ദിയോടെ ഞാൻ സ്തുതി പാടും എൻ്റെ എനിക്കാ. നന്ദിയുള്ളവരെല്ലാം അങ്ങ് പാടിയാട്ടെ. അതരമനഘടക ശബ്ദൽ പ്രവാഹം അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ ഓരും എനിക്ക്. ഇത് കർത്താവിൻ്റെ വലിയ കൃപയാണ്. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആമേൻ, ചോദിച്ചതൊന്നുമല്ല കർത്താവ് തന്നത്, ചോദിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരകമായി. ആമേൻ, ഹല്ലേലൂയ. അർഹതകളില്ലായിരുന്നു, യോഗ്യതകളില്ലായിരുന്നു, പക്ഷേ കൃപ നമ്മുടെ മേൽ വന്നതുകൊണ്ട് അർഹതകളില്ലാത്ത ഇടത്ത്, യോഗ്യതകളില്ലാത്ത ഇടത്ത് അവൻ നമ്മെ നിർത്തി. തിരഞ്ഞെടുക്കപ്പെടാൻ ഒത്തിരി നല്ലവരുണ്ടായിരുന്നിട്ട് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായ യേശുവിന് ജന്മം കൊടുക്കാൻ ഒരുപാട് മറിയമാരും ഒരുപാട് സ്ത്രീജനങ്ങളും ആമേൻ ആ ഗലീലയിൽ ഉണ്ടായിരുന്നിട്ടും കൃപ വീണത് ആമേൻ കന്യകയുടെ മേലാണ്. കൃപ വീണത് കന്യകയായ മറിയുടെ മേലാണ്. ആമേൻ, ഇന്ന് പകല് ഞാൻ പറയട്ടെ, ഒത്തിരി പേരുണ്ടായിരുന്നിട്ടും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ചില ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ, നിന്നിൽ കൂടി പുറത്തു വരാൻ സാധ്യതയില്ലാത്ത, നിന്നിൽ കൂടി വെളിപ്പെടാൻ സാധ്യതയില്ലാത്ത ചിലത് ജ്ഞാനികളുടെ മുൻപിൽ നിന്നിൽ കൂടി വെളിപ്പെടുത്തി കൊണ്ടുവരാനാണ് ദൈവം നിന്നെ വിളിച്ചത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിവാഹം കഴിഞ്ഞ് ഒത്തിരി ആമേൻ വ്യക്തികൾ ഗലീലയിലുണ്ടായി. ഗർഭം ഇതിനു മുൻപ് ധരിച്ചിട്ടുള്ള ഒത്തിരി സ്ത്രീജനങ്ങൾ ഗലീല പട്ടണത്തിലുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വീണത് കന്യകയായ ഒരു മറിയുടെ മേലാണ്. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനൊരു സംഭവം കന്യകയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരാൻ സാധ്യതയില്ല. പക്ഷെ അവിടെ വായിക്കുകയാണ്, ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കൃപ വീണാൽ സാധ്യതയില്ലാത്തത് നിന്റെ അകത്ത് നിന്ന് പുറത്തു വരും. ആരും പ്രതീക്ഷിക്കാത്തത്, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ചിലത് ദൈവം നിന്റെ അകത്ത് നിന്ന്. ഒരു കന്യകയുടെ ഉദരത്തിൽ നിന്നൊരു കുഞ്ഞു പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അത് വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്, അത് സഹോദരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്, അത് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടപ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത് മറിയയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിച്ച് കൈമാറുകയാണ്. ആമേൻ, ഹല്ലേലൂയ. സാധ്യതയില്ലാത്ത ചിലത്, പ്രതീക്ഷയില്ലാത്ത നിന്റെ അകത്തുനിന്ന് സ്വർഗം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. എത്ര പേർ ആമേൻ പറയാൻ തയ്യാറാണ്? ഹല്ലേലൂയ. സന്തോഷമുള്ള എത്ര പേരുണ്ട് ഇന്ന് പകലിൽ? ആമേൻ, അവരെല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാണ്. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. എത്ര പേരുണ്ട് സന്തോഷമുള്ള എല്ലാവരും? ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ കർത്താവിനെ ആരാധിക്കാൻ? ആമേൻ. ചില നിമിഷങ്ങൾ എല്ലാവരും ആ കർത്താവിനെ കണ്ണുകൾ അടച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങാൻ പോവുകയാണ്. അസാധാരണമായത്
ദൈവം നമുക്ക് വേണ്ടി ഇന്ന് പകൽ ചെയ്യാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരെല്ലാം ചില നിമിഷങ്ങൾ അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അതരങ്ങൾ തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് അതരങ്ങൾ എല്ലാവരെയും തുറക്കട്ടെ. എല്ലാവരുടെയും അതരങ്ങൾ തുറക്കട്ടെ. ഇന്നു പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വലിയ ദൈവമഹത്വം ഇന്നു പകലിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചലിപ്പിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പാപന നീണം നൽകി പാപത്തിൻ കരമൂക്കി രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഇന്ന് പകലിൽ ആമേൻ ആ കർത്താവിനെ ഹൃദയം തുറന്ന ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവരെല്ലാം സന്തോഷത്തോടെ എല്ലാവരും അധരങ്ങൾ തുറന്ന എല്ലാ അധരങ്ങൾ തുറന്ന ശക്തിയോടെ യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഓ ആരിയും മൂടിയും നിർമ്മിച്ച നാഥൻ, ആരിയും മൂടിയും നിർമ്മിച്ച നാഥൻ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം
യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. ചെങ്കടൽ കടന്ന വീര തൻ കയ്യിൽ തപ്പെടുത്താത്തതും, ചെങ്കടൽ കടന്ന വീര തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോ ഓ പാവത്തിൽ ചങ്ങല പൊട്ടിച്ചെറിയുന്നത, പാവത്തിൽ ചങ്ങല പൊട്ടിച്ചെറിയുന്നത. ഞാൻ നിന്നെ ആരാധിക്കാം ആത്മാവിലും സത്യത്തിലോ സ്തുതിക്കൂ. അവേ ഞാൻ നിന്നെ ആരാധിക്കാം ആത്മാവിലും സത്യത്തിലോ സ്തുതിക്കാം. അവേ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നു. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചേരേ. അകരാ ജഗരാ രഗരാ ദുരമര വരവര ദുരമര ഗലഗ ശകല ജഗല രഗര ദൂരത്താര താര ദൂരാമാര ശബ്ദേ വൈരാമാര ജാല. ഇന്ന് പകൽ ശക്തിയോടെ 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 ദൂരാമ ശബ്ദ രഗര 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 ദുരമര വരവര ദുരമര ഗലഗ ശകല അകരാ ജഗരാ രഗര ജഗര ദുരമ രഗര. ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അതരമനഗലഗ ശബ്ദ പ്രഭാതന ശബ്ദ പ്രഭാതനാദരാദര അതരമനഗലഗ ശമത്തേരിയ ഭൂതാമാര ശബ്ദ രാജ വൈരത്തേരെ അന്തരഗം പരിശുദ്ധാര ദൂരചാര അതരാ ജഗന രഗന ജഗന സുഗമ രഗന വൈരത്തേരെ തേരെ ജീവശാവാധാര വൈരാമാന ധാര അതരാ ജഗന രഗന ദൂരചാര ധാര പരിശുദ്ധാര തേരെ അന്തരഗം തേരെ അതരാ ജഗന തേരെ പരിശുദ്ധാര ധാര അന്തരഗാധാര വൈരധാര ധാര ഭൂതാമാര തേരെ ദൂരചാര ധാര അതരാ ജഗന രഗന ജഗന സുഗമന ഗലഗ ശഗന വൈരത്തേരെ തേരെ തേരെ ജീവശാവാധാര അന്തരഗം വൈരമനം സുഗമന ഗലഗ. ശക്തിയോടെ ശബ്ദ പ്രഭാതന ഇന്നു പകൽ ചില ചങ്ങലകൾ പൊട്ടിച്ച് ചില ചെങ്കടലുകൾ കടന്ന് ഇന്നു പകൽ നീ അക്കരെ കടക്കത്തക്കവണ്ണ് ശബ്ദ രാജ വൈര തേരെ തേരെ ദൂരചാര ധാര ധാര റീവ ശാവ അതരാ ജഗന രഗന ജഗന സുഗമന ഗലഗ വൈര തേരെ 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 റീവ ശാവ ദൂരചാര ധാര ധാര ദൈവ ശക്തി അതരാ ജഗന രഗന തേരെ ദൂരാമാര ശബ്ദേരെ ദൂരചാര ദൂരാമ ശബ്ദേരെ ദൂരചാര തേരെ ഓരി കാറ്റാസിയം തേരിയ പ്രഭാതനാദരാദര. ചില നിമിഷങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അതര പ്രബോധന ഘടക ശബ്ദ പ്രഭാതനാദരാദര. പ്രഭാതനം തേരിയ എല്ലാവരും അതരങ്ങളെ തുറന്ന യേശുവേ ആരാധനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ യേശുവേ ആരാധനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. പറഞ്ഞ യേശുവേ യേശുവേ ആരാധനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ഓ യേശുവേ
യേശുവേ ആരാധ്യൻ. എല്ലാവരും ശബ്ദമുയർത്തി ദൂതന്മാർ വാഴ്ത്തിയിടും യേശുവേ, യേശുവേ ആരാധ്യൻ. ദൂതന്മാർ ഒരേക്ഷ ഗാനമാനേ ജീവന്റെ യാഗത്താലേ ഗാനമാനേ ജീവന്റെ യാഗത്താലേ ഞാനായതും ആവുന്നതും മാറുവിലയായ നാഥനാലേ. ഞാനായതും ആവുന്നതും മാറുവിലയായ നാഥനാലേ. പറയുമോ യേശുവേ, യേശുവേ ആരാധ്യൻ. ഓ ദൂതന്മാർ ഓ യേശുവേ ദൂതന്മാർ ഓ സ്തുതികൾ യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. പറയോ സ്തുതികൾ യോഗ്യനേ അങ്ങു മാത്രം യേശു. ഒരിക്കൽ കൂടെ സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. അങ്ങുമാ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഹൃദയം തുറന്നെന്ന് പറഞ്ഞ സ്തുതികൾക്ക് ഓ സ്തുതികൾ യോഗ്യനേ അങ്ങുമാത്രം യേശുവേ. എല്ലാവരുടെയും കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാവരുടെയും അധരങ്ങൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കാം. റബസ് മധര പ്രഭാതിയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കേണ്ടതിനാ, അഭിഷേകം നമുക്ക് വേണ്ടി ചലിക്കേണ്ടതിന് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് വേണ്ടി ചലിക്കേണ്ടതിന് എല്ലാവരും അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. റബദന ഹസ്മദര പ്രഭാതിയ ലംധര ജനാധര ധരഘടകസിയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ ലൈഫിൻ്റെ അകത്ത്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് മറക്കുവാൻ കഴിയാത്ത ചില ആത്മീയ നന്മകളെ വെളിപ്പെടുത്തുന്നതിനായി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ചില വിടുതലുകൾ ഞങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ഇന്ന് പകൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനായി സ്തോത്രം. നല്ല വചനത്തെ ദൈവം നൽകണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണം. ജനത്തിൻ്റെ ഇടയിൽ വലിയ കർത്താവെ അത്ഭുതങ്ങൾ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ അത് സ്ഥാനങ്ങളിലിരിക്കാം. ദൈവജന ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 18 വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായത്തിൻ്റെ 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല നിമിഷത്തിനായി നന്ദി പറയുന്നു. ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ അകത്തൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം.
വചനത്തിൻ്റെ വാതിലുകൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം. അസാധ്യതകൾ മുഴുവനും ഇന്ന് പകൽ വഴി മാറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്ന വിടുതൽ ഇന്ന് പകൽ അവരുടെ മേൽ കൈമാറേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകലതും നന്മയായി, സകലതും അനുഗ്രഹമായി മാറുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ മനസ്സു തകർന്നവരെ രക്ഷിക്കുന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ പ്രത്യേകതകളെ വരച്ചു കാണിക്കുന്ന, യേശു കർത്താവിൻ്റെ പ്രത്യേകതകളെ എടുത്തു കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഈ വായിച്ച വാക്യം. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുകയാണ്, ഹൃദയം നുറുങ്ങുന്നവർക്ക് അവൻ സമീപസ്ഥനായി കടന്നു വരുന്ന ദൈവമാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ നുറുക്കമറിഞ്ഞ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരമറിഞ്ഞ് മാറി നിൽക്കുന്നവനല്ല, അവൻ നിങ്ങൾക്ക് വേണ്ടി അടുത്തു വരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ സെന്റൻസ്, രണ്ടാമത്തെ വാചകം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, മനസ്സു തകരുന്നവനെ രക്ഷിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. ഒന്നാമത്തെ പദം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഹൃദയം നുറുങ്ങുന്നവർക്ക് യേശു കർത്താവ് സമീപസ്ഥനായിരിക്കുമ്പോൾ, ഹൃദയം നുറുങ്ങുന്നവരുടെ അടുത്തേക്ക് യേശു കർത്താവ് കടന്നു വരുമ്പോൾ, രണ്ടാമത്തെ പദം, രണ്ടാമത്തെ സെന്റൻസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു, മനസ്സു തകരുന്നവരെ രക്ഷിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മൾ പുകഴ്ത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ അടുത്തു വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. അപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ പ്രത്യേകത അവിടെ എടുത്തു പറയുക, നീ കുഴഞ്ഞ ചേറ്റിന്റെ അകത്തും തകർന്നു പോകുന്ന മേഖലകൾക്കകത്തും നീ ആണ്ടു പോകുന്ന വിഷയത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം, നിന്നെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ശത്രുവിന്റെ കരത്തിൽ കൊടുത്തിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല, അവൻ നിന്നെ രക്ഷിക്കാൻ കടന്നു വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, സമീപസ്ഥനായി മാത്രം ഈ ദൈവം വരികയല്ല, സമീപസ്ഥനായി മാത്രം ഈ ദൈവം ഇരിക്കുകയല്ല. നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത, അവൻ സമീപസ്ഥനുമാണ്, അപ്പം കഷ്ടതകൾക്കകത്ത് നിന്ന് നമ്മളെ വിടിവിക്കുന്നവനുമാണ്. തകർത്ത് കളയുവാൻ പിശാച് ഏതൊക്കെ പദ്ധതി ഒരുക്കിയെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് തകരുന്നവരല്ല ദൈവത്തിൻ്റെ മക്കൾ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു പദമാണ്, നമ്മളെ വീണ്ടെടുത്തത് കർത്താവാണെങ്കിൽ, നമ്മളെ തിരഞ്ഞെടുത്തത് കർത്താവാണെങ്കിൽ, അവൻ്റെ രക്തം കൊടുത്തു നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് വലിയ ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. നമ്മുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ ഒത്തിരി പ്രാവശ്യം ആ വാക്യം ഇവിടെ പറഞ്ഞ് പ്രസംഗിച്ചിട്ടുള്ളതാ, തനിയാവർത്തനമാകും. എങ്കിലും ഞാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള തിരഞ്ഞെടുപ്പ് ഭയങ്കരമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അകത്ത് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ അകത്ത് എനിക്ക് ഒത്തിരി പദ്ധതികളുണ്ട്. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. അപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശം ദൈവത്തിന് എന്തുണ്ട്? ഉണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്, വലിയ ഉദ്ദേശങ്ങളുണ്ട്. ഇന്ന് പകൽ അത് നമ്മുടെ ലൈഫിൻ്റെ അകത്ത് അത് വെളിപ്പെടാൻ പോവുകയാണ്. ദൈവിക പദ്ധതികൾക്കകത്തേക്ക് ദൈവം നമ്മളെ തിരിക്കുന്ന ഒരു പകലായി മാറാൻ പോവുകയാണ്. കർത്താവ് പറയുകയാണ്, നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഞാൻ ഇറങ്ങി വരും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, നമ്മൾ ഏത് വിഷയത്തിൻ്റെ അകത്താണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൻ്റെ അകത്ത് അവൻ നമുക്ക് സമീപസ്ഥനായി വരും. മറ്റു ദൈവങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ ദൈവത്തിനുണ്ട്, നമ്മുടെ കർത്താവിനുണ്ട്. മറ്റു ദൈവങ്ങളെ അന്വേഷിച്ച് കടന്നു പോകുമ്പോൾ, മറ്റു ദൈവങ്ങളെ തേടി കടന്നു പോകുമ്പോൾ യേശു കർത്താവിൻ്റെ പ്രത്യേകത, അവൻ സമീപസ്ഥനായി വരുന്നവനാണ്.
മറ്റു ദൈവങ്ങൾ പറയാം, നിങ്ങൾ എന്നെ വന്ന് എന്ത് ചെയ്യണം? വണങ്ങണം. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വരണം. പക്ഷെ യേശുവിൻ്റെ പ്രത്യേകത കണ്ടോ? ഒരു മനുഷ്യൻ ഭാരപ്പെടുമ്പോൾ, അവൻ്റെ ഹൃദയം നുറുങ്ങുമ്പോൾ, സമീപസ്ഥനായി അവന് വേണ്ടി അടുത്തേക്ക് വരുന്നൊരു കർത്താവ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ ദൂത് കൈമാറട്ടെ. ഇന്ന് പകൽ നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ അകത്താണോ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, ആ വിഷയത്തെ ആരായേണ്ടതിന് വേണ്ടി, ആ വിഷയത്തെ ചോദിച്ചു മനസ്സിലാക്കേണ്ടതിന് വേണ്ടി, അതിൻ്റെ അകത്ത് അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യേണ്ടതിന് വേണ്ടി നിന്റെ അടുത്ത് ഇന്ന് പകൽ യേശു കർത്താവ് ഉണ്ട്. ആമേൻ. ഇന്ന് പകൽ നമ്മുടെ വിഷയം ചോദിച്ചറിയാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ അടുത്ത് വന്നിരിക്കുക. നമ്മുടെ വിഷയം എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ഇന്ന് പകൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി. നമ്മൾ ഭാരപ്പെടുന്ന വിഷയം ഏതാണെന്ന് ഇന്ന് പകൽ യേശുവിനോട് പറഞ്ഞാൽ മതി. അതിൻ്റെ അകത്ത് അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സു തകരുന്നവനെ എന്ത് ചെയ്യും? അവൻ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൃദയം നുറുങ്ങുന്ന ഏതൊരു വ്യക്തിക്കും യേശു കർത്താവ് സമീപസ്ഥനാണ്. ആ വാക്യം മുൻപോട്ടും താഴോട്ടും മേലോട്ടും ഒക്കെ വായിച്ച് പഠിക്കുമ്പോൾ അവിടെ പ്രത്യേക നിയമങ്ങളോ വ്യവസ്ഥകളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, എഴുതപ്പെട്ടിട്ടില്ല. ആ വാക്യത്തിൻ്റെ വ്യാഖ്യാനം പഠിച്ചാലും അവിടെ എന്ത് ചെയ്യുന്നില്ല, നിയമങ്ങളോ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളോ കൽപ്പനകളോ ഒന്നും അവിടെ എഴുതപ്പെട്ടിട്ടില്ല. അവിടെ കാണുന്ന ഏതു മനുഷ്യനും ഏതൊരുത്തനും യേശു കർത്താവ് സമീപസ്ഥനാണ്. രക്ഷിക്കപ്പെട്ടവനാകണമെന്നില്ല, സ്നാനപ്പെട്ടവനാകണമെന്നില്ല, അഭിഷേകം പ്രാപിച്ചവനാകണമെന്നില്ല, സഭയുടെ അംഗമായി തീരണമെന്നില്ല. ഈ ഉലകത്തിലെ സകല ജനത്തിനും യേശു കർത്താവ് എന്താണ്? അവൻ സമീപസ്ഥനാണ്. ഇന്ന് പകൽ നമ്മൾ അത് തിരിച്ചറിയുന്നതിൻ്റെ അകത്താണ് വിടുതൽ. മനസ്സിലായി? ലോകത്തിലെ സകല വ്യക്തികൾക്കും യേശു കർത്താവ് സമീപസ്ഥനായിരിക്കപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞു. അതാ നമ്മുടെ ജയം. നമ്മളത് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മളെ രക്ഷിക്കാതെ കടന്നു പോകുവാനോ മടങ്ങിപ്പോവാനോ ദൈവത്തിന് കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ ശാന്തമായൊരു ദൂത് കൈമാറട്ടെ. നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു അത്ഭുതം ചെയ്യാതെ നിന്നെ വിട്ടു പോകത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ ആലയത്തിൻ്റെ അകത്ത് നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫിൻ്റെ അകത്ത് ഒരു അത്ഭുതം നീ കാണും. അതിവിടെയല്ലേ, എവിടെ പോയാലും എന്ത് ചെയ്യും? കാണും. ഞങ്ങളുടെ സഭയുടെ പേര് ഇവിടെ പുതുതായിട്ട് ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് പങ്കെടുക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് വെണ്ണിക്കുളത്തിൽ നിന്ന് വന്ന ആൻറ്റിയുണ്ട്. പുതുതായി ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ചർച്ചിൻ്റെ പേര് മിറക്കൽ ചർച്ച് എന്ന. ചർച്ചിൻ്റെ പേര് മിറക്കൽ ചർച്ച് എന്ന. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര് നിങ്ങൾ ഇട്ടത്? ഇപ്പം സഭ തുടങ്ങുന്നതിന് മുൻപേ, സഭ ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പേ സഭയ്ക്കൊരു പേരിടാൻ വേണ്ടി ഞാൻ ഒത്തിരി പേരെന്ത് ചെയ്ത് അന്വേഷിച്ചത്. ഒത്തിരി പേര് അന്വേഷിച്ചു. മാനുഷികമായ ചിന്തകൾക്കകത്തൂടെ, സോഷ്യൽ മീഡിയക്കകത്തൂടെയൊക്കെ സഭയ്ക്കിടാൻ പേര് ഞാൻ അന്വേഷിച്ചു. കമൻട്രികൾക്കകത്ത് ബൈബിൾ പേരുകളൊക്കെ നോക്കി ഒത്തിരി പേരുകൾ തിരഞ്ഞെടുത്തു. പക്ഷെ ഇതൊന്നും ഇടാൻ എനിക്ക് എന്ത് ചെയ്തില്ല, പറ്റിയില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് ഒരു ശബ്ദം ഇടപെടുകയാണ്, മിറക്കിൾ എന്നൊരു ശബ്ദം ഇടപെടുക. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൻ്റെ അകത്ത് എന്തോ ഒരു മിറക്കിൾ എന്ത് ചെയ്യാൻ പോവാണ്, സംഭവിക്കാൻ പോവുകയാണ്. എന്തോ ഒരു അത്ഭുതം എൻ്റെ ലൈഫിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകും. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പറയാം മിറക്കിൾ. അപ്പം ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ മിനിസ്ട്രി ആയിരിക്കാം. അത്ഭുതങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്താണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നോട് പല ആവർത്തി ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയും ദൈവദാസന്മാരിൽ കൂടെ ദൂത്. അപ്പം ഞാൻ ഉറപ്പിച്ചു, എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് ദൈവം എന്നോട് സംസാരിച്ചതാണ്. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 ആഴ്ചകൾ, 1 മാസമൊക്കെ അടുത്തപ്പോൾ, ഞങ്ങൾ ഇതുവരെയായിട്ട് ചർച്ചിനൊരു പേരിട്ടിട്ടില്ല.
ഞങ്ങൾ ഒരു പ്രയർ സംബന്ധിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു പേര് നിങ്ങളോട് ഇടപെട്ടു, മെറിക്കിൾ എന്നൊരു പേര് നിങ്ങളോട് ഇടപെട്ടു. ഞാൻ പറഞ്ഞു ഇടപെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ആൻറ്റി അതെന്നോട് പല ദിവസങ്ങളായിട്ട് ഈ പേര് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ എൻ്റെ മിനിസ്ട്രി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതം. ആൻറ്റി എന്നോട് പറയുകയാണ്, പാസ്റ്ററെ ആ പേര് നിങ്ങളുടെ സഭയ്ക്കിടാൻ ദൈവം തന്നത്. മനസ്സിലായോ? ആ പേര് നിങ്ങളുടെ സഭയ്ക്കിടാൻ ദൈവം തന്ന പേരാണ്. അന്നിവിടെ ഈ ബിൽഡിങ് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ വിശ്വാസത്തിൻ്റെ അകത്ത് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഒരു പേജ് ഉണ്ടാക്കി, മിറക്കിൾ ചർച്ച് റാന്നി. ഇന്ന് സഭയില്ല. സഭ എന്തില്ല? ഇല്ല. ബിൽഡിങ് കണ്ടിട്ടില്ല, എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ അകത്തൊരു പേര് ഞാൻ പ്രഖ്യാപിച്ചു, ഒരു പേര് ഞാൻ ഇട്ടു. അന്ന് മുതൽ എന്ത് ചെയ്ത് അത്ഭുതം കാണാൻ തുടങ്ങി. ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നു. ഇതിൻ്റെ അകത്ത് വരുന്നവർ ഒത്തിരി അത്ഭുതം കണ്ട് മടങ്ങിപ്പോയി. ഇതിൻ്റെ അകത്ത് വന്നവർ, ഇതിൻ്റെ അകത്ത് വന്ന അത്ഭുതം വിടുതൽ പ്രാപിച്ചു പോയവർ എല്ലാവരും കൂടെ വന്ന ഇതിൻ്റെ 2 ഇരട്ടിയുള്ള ഹോളുണ്ടെങ്കിലും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഞങ്ങൾ ആരെയും ഇങ്ങനെ പിടിച്ചു നിർത്താറില്ല. എന്ത് ചെയ്യും, ഞങ്ങളുടെ ഇവിടെ വരണം, ഞങ്ങളോടുകൂടെ നിൽക്കണം എന്ന് ഞങ്ങൾ എന്ത് ചെയ്യില്ല, പറയാറില്ല, ആരോടും പറയാറില്ല. അതെൻ്റെ ഒരു നിർബന്ധമാണ്. ഞാനത് എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരോടും പറയാറുണ്ട്, വിശ്വാസികൾ. നമ്മൾ ആരെയും നിർബന്ധിച്ച് എന്ത് ചെയ്യല്, സഭയ്ക്കകത്ത് നിർത്തരുത്. ചൊവ്വാഴ്ച മീറ്റിങ്ങിനകത്ത് വന്ന് നമ്മളോട് ദൈവം പറഞ്ഞ ദൂതിൻ്റെ അകത്ത്, ദൈവം പറഞ്ഞ ആലോചനയ്ക്കകത്ത്, ദർശനത്തിൻ്റെ അകത്ത് തുടങ്ങിയിരിക്കുന്ന മീറ്റിംഗ്, അതിൻ്റെ അകത്ത് ആയിരങ്ങൾ വരും. പലയിടങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന്, പല സഭകളിൽ നിന്ന് വരും. അവർ വരുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അവരുടെ ലൈഫിൻ്റെ അകത്ത് ഒരു തിരിവുണ്ടാക്കേണ്ടതിന് വേണ്ടി. ഒരു അത്ഭുതം കർത്താവ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യുക, അത് ഒരു ദൈവത്തിൻ്റെ നിന്ന് ചില വിടുതലുകൾ എന്ത് ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവരത് കഴിഞ്ഞ് അവർ പോകുവാൻ നമ്മൾ എന്ത് ചെയ്യണം, അവരെ സമ്മതിക്കണം. അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. ഒത്തിരി വ്യക്തികൾ ഇവിടെ എന്ത് ചെയ്തു കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചിറ്റാറിൽ നിന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിക്ക് ഒരു സൈഡ് മൊത്തം സ്ട്രോക്ക് വന്ന് എന്ത് ചെയ്താൽ അനങ്ങാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഈ ഇടത്തെ കൈ പൊക്കാൻ പറ്റത്തില്ല, ചലിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ സഭയായി പ്രാർത്ഥിച്ചു. 20 ലിറ്റർ വെള്ളത്തിൻ്റെ ക്യാൻ അദ്ദേഹം പൊക്കി തോളത്ത് എന്ത് ചെയ്തു വെച്ചു, ഇടത് കൈ കൊണ്ട്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ദൈവം തരുന്ന പേരിൻ്റെ അകത്ത്, ദൈവം തരുന്ന നിയോഗങ്ങൾക്കകത്ത്, ദൈവം തരുന്ന ഗൈഡൻസിൻ്റെ അകത്ത് നമ്മൾ മുൻപോട്ട് സ്റ്റെപ്പ് വെച്ചു തുടങ്ങിയാൽ അത്ഭുതങ്ങൾ നമ്മൾ കാണും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങൾക്ക് തരുന്ന നിയോഗങ്ങൾക്കകത്ത് നിങ്ങൾ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് നിങ്ങൾ അത്ഭുതങ്ങൾ കാണുക തന്നെ. ഇന്ന് പകൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നീ അത്ഭുതം കണ്ടേ ഇവിടം വിട്ട് മടങ്ങത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന, നിന്റെ ഹൃദയം തകർന്നിരിക്കുന്ന, നിന്റെ മനസ്സു വേദനിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് പകൽ നീ അത്ഭുതം കണ്ടേ മടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുക തന്നെ ചെയ്യോ. ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ ആരുടെയും നടുവിൽ ഇറങ്ങി വന്നിട്ടില്ലാത്ത, ഇന്നുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വിടുതൽ നിന്റെ ലൈഫിൻ്റെ അകത്ത് ഇന്ന് പകൽ എൻ്റെ ദൈവം വെളിപ്പെടുത്തുവന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക. അത് സംഭവിക്കുക തന്നെ ചെയ്യോ. ഹൃദയം നുറുങ്ങിയവർക്ക്, മനസ്സു തകർന്നവർക്ക് യേശു കർത്താവ് സമീപസ്ഥനായി കടന്നു വന്നിരിക്കുക. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പലയിടങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഒരു വ്യക്തി അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിരവധി വർഷമായിട്ട് മനസ്സു തകർന്നു, ജീവിതം ഇനിയും മുൻപോട്ടില്ല, ഒരു ജീവിതത്തിൽ ഒരിക്കലും രക്ഷ പ്രാപിക്കുവാൻ
അനുഭവം ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടത്തില്ലെന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ കഴിയും. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചാട്ടെ. ഒരു കുളമുണ്ട്, അതിന് 5 മണ്ഡപമുണ്ട്. അതിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് എന്ത് ചെയ്യും? കിടന്നിരുന്നു. അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങും, വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യമേ ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യമുണ്ടാവും. അതായിട്ട് വായിച്ചോട്ടെ സിസ്റ്റർ. കണ്ടോ? എന്നാൽ 38 ആണ്ടായി രോഗം പിടിച്ചൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കർത്താവ് കാണുക. ഈ വാക്യം പഠിക്കുമ്പോൾ, ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ, യെരൂശലേമിൽ ആട്ടുവാതുക്കൽ ബെഥെസ്ദ എന്ന പേരുള്ളൊരു എബ്രായർ കുളമുണ്ട്. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. അതിൽ പല വ്യാധി പിടിച്ചവർ, പല രോഗികളായിരിക്കുന്നവർ ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നതായി അവിടെ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ പല വ്യാധികൾ പിടിച്ചവർ ഈ കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ സൗഖ്യമായി അവർ മടങ്ങിപ്പോകുന്ന ചരിത്രമുണ്ട്. പക്ഷേ അവിടെ കാണുകയാണ് 38 വർഷമായിട്ട് രോഗം പിടിച്ചു, ജീവിതത്തിൻ്റെ അകത്ത് ലക്ഷ്യബോധ്യം നഷ്ടപ്പെട്ട് ഇനിയും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തി. മനസ്സിലായോ? ഈ വ്യക്തിയെക്കുറിച്ച് കാണുന്നത് എങ്ങനെയാണ്? ഇവ കിടക്കുന്നത് എവിടെയാണ്? അത്ഭുതം നടക്കുന്ന സ്ഥലത്താണ്. അതാത് സമയത്തൊരു ഈ കുളത്തിൻ്റെ അകത്തൊരു ദൂതൻ ഇറങ്ങും. ആ ദൂതൻ ഈ വെള്ളം കലക്കുമ്പോൾ ആദ്യമേ ആരാണോ ഇറങ്ങുന്നത് അവൻ സൗഖ്യം പ്രാപിക്കും. പക്ഷേ 38 വർഷമായിട്ടും ഇവൻ്റെ ലൈഫിൻ്റെ അകത്തൊരു വിടുതലില്ല. ഇവൻ കിടക്കുന്നത് എവിടെയാ? അത്ഭുതം നടക്കുന്ന കുളത്തിൻ്റെ കരയിലാണ്. അത്ഭുതം സംഭവിക്കുന്ന ഒരു കുളത്തിൻ്റെ കരയിൽ ഇവൻ കിടക്കുന്നത്. പക്ഷെ ഇവൻ്റെ ജീവിതത്തിൻ്റെ അകത്തു മാത്രം ഒരു വിടുതലില്ല. ഇന്ന് പകൽ ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. നീ കിടക്കുന്നത് എവിടെയാ? കുളത്തിൻ്റെ അരികെ. അത്ഭുതങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ളിടത്തല്ല, അത്ഭുതം നടക്കുന്നിടത്താണ് നീ കിടക്കുന്നത്. സാഹചര്യമുള്ളിടത്തല്ല, നടക്കുന്നിടത്താണ് കിടക്കുന്നത്. പക്ഷേ വർഷങ്ങളായിട്ടും ലൈഫിൻ്റെ അകത്ത് എന്തുണ്ടാകുന്നില്ല? ഒരു വിടുതലുണ്ടാകുന്നില്ല. സിസ്റ്റർ, കർത്താവ് എന്നോട് അങ്ങനെ പ്രവചിച്ച് പറയുക. വർഷങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ഒരു തിരിവുണ്ടാകുന്നില്ല. സാധ്യതകൾ ഒത്തിരിയുണ്ട്, വെളിയിൽ വരാൻ ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷേ കർത്താവിനോട് അങ്ങനെ പ്രവചിച്ച് പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് സാധ്യതകളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് അങ്ങനെ തന്നെ പറയുകയാണ്, സാധ്യതയില്ല, പക്ഷെ ദൈവം സാധ്യമാക്കാൻ പോവുക. ആൻറ്റി, ആ ദൂത് തന്നെ ആൻറ്റിയോടും കർത്താവിനോട് പറയുകയാണ്. ജീവിതത്തിൻ്റെ അകത്ത് ഉയർച്ചയുണ്ടാകേണ്ട സമയങ്ങൾ, ലക്ഷ്യമായ സ്ഥലങ്ങളിലേക്ക് നടന്നെടുക്കേണ്ട സമയങ്ങൾ, വാഗ്ദത്തങ്ങൾക്കകത്ത് കാലുവെക്കേണ്ട സമയങ്ങൾ പലതും കഴിഞ്ഞുപോയി. പക്ഷെ ഇന്ന് പകൽ ആത്മാവനോട് പ്രവചിച്ചു പറയുകയാണ്, പലരും വിടുതൽ പ്രാപിച്ചതുപോലല്ല, പലരും കടന്നു വന്ന് അത്ഭുതം കണ്ടതുപോലല്ല നിന്റെ ലൈഫിൻ്റെ അകത്ത് വെളിപ്പെടുന്നത്. ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത, ഇന്നുവരെ ആരുടെയും ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ നിലവാരത്തിൽ നീ അത്ഭുതം കാണുമെന്ന് ഇന്ന് പകൽ ആത്മാവിനോട് ദൂത് കൈമാറാൻ പറയുക. കർത്താവിനോട് അങ്ങനെ പ്രവചിച്ച് പറയുന്നു. 2021 എന്ന് പറയുന്ന ഒരു വർഷത്തെ ആത്മാവിന്റെ മുൻപിൽ വരച്ചു കാണിക്കുക. പരിശുദ്ധാത്മാവനോട് പറയുന്നു, അന്ന് മുതൽ ജീവിതത്തിൻ്റെ അകത്ത് തകർച്ചകളും ഇല്ലായ്മകളും, ജീവിതത്തിൻ്റെ അകത്ത്
മുൻപോട്ട് പോകാൻ കഴിയാത്തതുപോലെ ചില പ്രശ്നങ്ങളെ പിശാചു കൊണ്ടിട്ടു. അന്ന് മുതൽ അതിങ്ങനെ മുൻപോട്ട് കടന്നു വരികയാണ്. എന്നാൽ 2024 ആരംഭ നിമിഷം മുതൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തതുപോലെ, മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാത്തതുപോലെ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന ചില തന്ത്രങ്ങളെ ഇന്ന് പകൽ ആത്മാവെന്റെ മുൻപിൽ കാണിക്കുക. ഇന്ന് പകൽ ഞാൻ അത് ആത്മാവിൽ പ്രഖ്യാപിക്കുകയാ. സാധ്യതയില്ല, ഒരിക്കലും നടക്കത്തില്ല, അത്ഭുതങ്ങൾ നടക്കത്തില്ലെന്ന് പിശാച് നിന്നെ നോക്കി പറയുന്ന ചില മേഖലകൾക്കകത്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തെ കോടീകരിച്ചുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശു നിനക്ക് വേണ്ടി ഇന്ന് പകൽ അവൻ ഇറങ്ങി വരാൻ പോകുകയോ. ഓ ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു നിലവാരത്തിൽ നിങ്ങളുടെ ലൈഫിന്റെ അകത്തൊരു വലിയ തിരിവ് നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കർത്താവിന് 33 ദിവസത്തിന്റെ അകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവം മറുപടി തരുമെന്ന് ഇന്ന് പകൽ ഉറപ്പിച്ചു പറയാം. ആത്മാവനോട് അങ്ങനെ തന്നെ പറയാം. 33 ദിവസത്തിന്റെ അകത്ത് നിന്റെ ലൈഫിന്റെ അകത്ത് ദൈവം ഒരു വിടുതൽ തരാൻ പോകുക. എഴുതി വെച്ചോ, ദൈവം അത് തരിക തന്നെ ചെയ്യോ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ അതിന്റെ സാധ്യതകൾ വെളിപ്പെട്ടു തുടങ്ങുമെന്ന് ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുകയാ. ദൈവം അത് ചെയ്തതിനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ കിടക്കുന്നത് ചെറിയൊരു സ്ഥലത്തല്ല. ഇവന്റെ അസുഖം തളർവാദ രോഗമാണ്. പക്ഷെ ഇവൻ കിടക്കുന്ന ചെറിയൊരു സ്ഥലത്തല്ല. ഇവൻ കിടക്കുന്നത് എവിടെയാ? അത്ഭുതങ്ങൾ നടക്കുന്ന കുളത്തിന്റെ അരികിലാണ്. ഇവൻ എന്നും അത്ഭുതം കാണുന്നവനാണ്. എന്നും ഇവൻ എന്ത് ചെയ്യും? അത്ഭുതം കാണും. ഇവൻ എഴുന്നേൽക്കുമ്പോൾ, ഇവൻ കിടക്കുമ്പോൾ, ഇവൻ ഉണരുമ്പോഴെല്ലാം അത്ഭുതം കണ്ടുകൊണ്ടാണ് ഇവൻ ഇരിക്കുന്നത്. 38 വർഷമായിട്ടും ഇവൻ അത്ഭുതം കാണുന്നതല്ലാതെ ഇവന്റെ ജീവിതത്തിന്റെ അകത്തൊരു അത്ഭുതം ഇവൻ കാണുന്നില്ല. എന്തില്ല? അത്ഭുതം ഒത്തിരി എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. വഴികൾ തുറക്കുന്നത് ഒത്തിരി കാണുന്നുണ്ട്. പലരുടെ ലൈഫ് തിരിഞ്ഞു മറിയുന്നത് പോലെ അത്ഭുതം നടക്കുന്നത് കാണുന്നുണ്ട്. പലരുടെ മുൻപിൽ അടഞ്ഞ വഴികൾ തുറക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഇവന്റെ ജീവിതത്തിന്റെ അകത്ത് മാത്രം എന്തില്ല? ഇതില്ല. 38 വർഷം ഇവൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ മനുഷ്യന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു ഉറപ്പ്. അവിടെ വരുന്നവരൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ വിടുതൽ പ്രാപിച്ച് അവർ മടങ്ങി അവരുടെ ഭവനങ്ങളിലേക്ക്, അവരുടെ നാട്ടിലേക്കൊക്കെ മടങ്ങിപ്പോകുമ്പോൾ മനസ്സ് വ്യസനിച്ച് ഇനി എന്തായിത്തീരും, ഇവിടം കൊണ്ട് ജീവിതം അവസാനിക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചിവൻ കിടക്കുമ്പോൾ പല വ്യാധി പിടിച്ചവർ വന്നിട്ടും രോഗസൗഖ്യം പ്രാപിച്ച് അവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ എന്നും വന്നിട്ട്, ഞാൻ ഇവിടെ തന്നെ കിടന്നിട്ട് എൻ്റെ ലൈഫിൻ്റെ അകത്തൊരു അത്ഭുതമില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ കിടക്കുമ്പോൾ യേശു ഇവനെ മാത്രം തേടിയാ വരുന്നത്. അവിടെ വേറെ ഒരുത്തൻ്റെ എടുത്തിട്ടും യേശു കർത്താവ് പോയില്ല. അവിടെ വേറെ ആരെയും കാണാൻ യേശു പോയില്ല. യേശു അവിടെ തിരക്കി ചെന്നത് മനസ്സു തകർന്നവനായി, ജീവിതം ഇവിടം കൊണ്ട് തീർന്നെന്ന് ചിന്തിച്ചുകൊണ്ട്, എൻ്റെ ലൈഫ് ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് ചിന്തിച്ചുകൊണ്ട്, ഞാൻ ഇവിടെ തകർന്നു തീർന്നു, ഇനിയും എനിക്ക് എൻ്റെ നാടും എൻ്റെ തലമുറകളെ എൻ്റെ വാക്തത്വവും ഒന്നും കാണാൻ കഴിയത്തില്ലെന്ന് നാവുകൊണ്ട് പറഞ്ഞു, മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നവനെ തേടി യേശു വരികയാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ അത് ഉറപ്പിച്ചു പറയുക, നിന്നെ തേടി ഇന്ന് പകൽ യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. യേശുവിന് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവ് ചോദിക്കുന്ന ഒറ്റ കാര്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ?
അവൻ പറയാണ്, ഗുരു എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്, പക്ഷെ എന്നെ സഹായിപ്പാൻ ആരുമില്ല. അവൻ്റെ പ്രശ്നം സഹായിപ്പാൻ ആരുമില്ലാത്തതാ. ഇന്ന് പകൽ ഞാൻ നിന്നോട് വിളിച്ചു പറ, ദൂത് കൈമാറട്ടെ. സഹായിപ്പാൻ ആരും വേണ്ട, ദൈവം പ്രവർത്തിക്കാൻ. നമ്മളെല്ലാം മാനുഷിക കരങ്ങളുടെ പിന്നാലെ ഓടുന്നവരാ. മാനുഷിക ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നവരാ, വില കൊടുക്കുന്നവരാ. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, മാനുഷിക ബന്ധങ്ങളല്ല അത്ഭുതം മാനുഷിക ബന്ധങ്ങൾക്കകത്തൂടെ അല്ല ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്നത് നിന്റെ വിശ്വാസത്തിന്റെ അകത്തൂടെയാ. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നെങ്കിൽ 38 വർഷമായിട്ട് നീ കാണാത്തത്, നിന്റെ കണ്ണിന്റെ മുൻപിൽ കാണാത്തത് ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ മാനുഷിക ബന്ധങ്ങൾക്കകത്തൂടെ ഒരു അത്ഭുതം നടക്കത്തില്ല. മാനുഷിക ബന്ധങ്ങൾ അല്പകാലം നിന്നെ ഉറപ്പിക്കും. മാനുഷിക ബന്ധങ്ങൾ അല്പകാലം നിനക്ക് ആശ്വാസത്തിന്റെ വാക്ക് പറയും. മാനുഷിക ബന്ധങ്ങൾ അല്പകാലം നിന്നെ കൊണ്ടു നടക്കും. പക്ഷെ അല്പകാലം കഴിയുമ്പോ അവർ നിന്നെ തിരിഞ്ഞു നിൽക്കും. പക്ഷെ ദൈവം പറയുക, ഞാൻ തിരിഞ്ഞു നിൽക്കുന്നവനല്ല, നിന്നെ കണ്ടിട്ട് വഴിമാറി പോകുന്നവനല്ല. നിന്റെ വിഷയത്തിന്റെ അകത്ത് അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനോ. ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടട്ടെ. എനിക്ക് തോന്നാ ബെഥെസ്ദ കുളത്തിന്റെ കരയിൽ ഇത്രയും ബന്ധമുള്ള ഒരു വ്യക്തി വേറെ ആരുമില്ല. മാനുഷികമായ വാക്കുകൾ ഒത്തിരി അവൻ കേട്ടതാ, മാനുഷികമായ ആശ്വാസങ്ങൾ ഒത്തിരി അവൻ കേട്ടതാ. പലരും അവനോട് പറഞ്ഞു, എന്റെ ലൈഫിന്റെ അകത്തൊരു വിടുതലുണ്ടായ, ഈ കുളത്തിന്റെ അകത്തിറങ്ങി ഞാൻ സൗഖ്യം പ്രാപിച്ച അടുത്തത് നീയാണ്, അടുത്തത് നിന്നെയാ ഞാൻ കുളത്തിലിറക്കുന്നത്. ഇന്ന് പകൽ ഞാൻ വിടുതൽ പ്രാപിച്ചെങ്കിൽ നാളെ നീ പ്രാപിക്കോ. പക്ഷെ മാനുഷിക വാക്കുകൾ അവിടം കൊണ്ട് അവസാനിച്ചു പോയി. മാനുഷിക ഇടപെടലുകൾ അവിടം കൊണ്ട് തീർന്നു പോയി. അവനെ ചേർത്ത് വിളിക്കാമെന്ന് പറഞ്ഞവർ അവനെ ഉപേക്ഷിച്ചു കളഞ്ഞു. പക്ഷെ യേശു പറയാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. മാനുഷിക വാക്കുകൾക്കകത്ത് തകർന്നുപോയ മാനുഷിക ചിന്തകൾക്കകത്ത് ഒതുക്കപ്പെട്ടവർ ഇന്ന് പകലിന്റെ ദൈവം പുറത്തെടുക്കുക. ഇന്ന് പകൽ കർത്താവിന് നിന്നോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യന്റെ വാക്കിൻ്റെ അകത്താണോ നീ തകർന്നിരിക്കുന്നത്? മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ അകത്താണോ നീ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്? അത് അല്പസമയം കഴിയുമ്പോൾ മാറും കേട്ടോ. വാക്കുകൾ മൊത്തം മാറിപ്പോകും. ചേർത്ത് പിടിച്ചവർ അകറ്റി വിടും, കൂടെ നിന്നവർ മാറിപ്പോകും. പക്ഷെ ദൈവം പറയാം, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ പോകുക. എനിക്ക് ഒറ്റ കാര്യം അറിയാം, അത് നിനക്ക് സൗഖ്യം വേണോ, നിനക്ക് ഇവിടം വിട്ട് എഴുന്നേൽക്കണോ? എൻ്റെ ദൈവത്തിന് പുറകിലത്തെ കാര്യം, ഇനി നടക്കാൻ പോകുന്ന കാര്യമൊന്നും അറിയണ്ട. നിന്റെ സ്വഭാവത്തെ, നിന്റെ പഴയ കൂട്ടുകെട്ടിനെ, നിന്റെ പഴയ ചിന്തകളെ, നീ കടന്നുപോയ സാഹചര്യങ്ങളൊന്നും എൻ്റെ യേശുവിന് അറിയണ്ട. എൻ്റെ യേശുവിന് ഒറ്റ കാര്യം അറിയാമത്, നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. നമ്മളാരും പഴയ കാര്യം പറയുന്നവരാകരുത്. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ ഒത്തിരി വീടുകളിൽ പോകുന്നവരാ. ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാളും അതിനേക്കാളും സമയം കൂടുതൽ ഇവരുടെ പഴയ കാര്യം കേൾക്കണം. മനസ്സിലായോ? പക്ഷെ പണ്ട് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നു, ഇന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഇതായി,
ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്നത്. മനസ്സിലായി? ദൈവത്തിന് ഇതൊന്നും എന്ത് ചെയ്യണ്ട, കേൾക്കണ്ട. ദൈവത്തിന് നിനക്ക് മനസ്സുണ്ടോന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദൈവത്തിന് നിനക്ക് മനസ്സുണ്ടോന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിനക്ക് മനസ്സുണ്ട് ഈ കുളത്തിന്റെ കര വിട്ട് നീ എഴുന്നേക്കും. നിനക്ക് മനസ്സുണ്ട് ഈ കുളത്തിൽ നിന്ന് ഈ കരയിൽ നിന്ന് നീ പോകുന്നത് ആരുടെയും സഹായത്തോടെ അല്ല, നീ ആരോഗ്യത്തോടെ മടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ചോദിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ പറയും, അവൻ പഴംപുരാണം പറയുക, പലരും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു, പലരും എന്നെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞു, പലരും എന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു, പലരും നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവരെല്ലാം എന്നെ കൈവിട്ടുപോയി. ഒരിക്കലും എനിക്ക് ഈ കുളത്തിൻ്റെ അകത്തിറങ്ങാൻ ഒരു സാധ്യതയുമില്ല. എങ്ങനെങ്കിലും ഈ കുളത്തിൻ്റെ കരയിലേക്ക് ഞാൻ സമീപിക്കുമ്പോൾ, എങ്ങനെങ്കിലും ഞാൻ അങ്ങോട്ട് എത്തിപ്പെടുമ്പോൾ എനിക്ക് മുന്നാലെ പലരും ഇറങ്ങി സൗഖ്യം പ്രാപിക്കുക. അതുകൊണ്ട് 38 വർഷമായിട്ടോ ഈ കുളത്തിൻ്റെ കരയിൽ തന്നെ ഞാൻ കിടക്കുക. യേശു ചോദിക്കുക, അതൊന്നും എനിക്ക് കേൾക്കണ്ട. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ ഇരുത്തിക്കളഞ്ഞ വിഷയത്തിന്റെ അകത്ത് നിന്നോ, നിന്നെ കിടത്തിക്കളഞ്ഞ വിഷയത്തിന്റെ അകത്ത് നിന്നോ നീ എഴുന്നേൽക്കാനാ യേശു പറയുന്നത്. ചില വിഷയങ്ങൾ നമ്മളെ ഒതുക്കും, ചില വിഷയങ്ങൾ നമ്മളെ ഇരുത്തും, ചില വിഷയങ്ങൾ നമ്മളെ കിടത്തും. ഇതിനെ പൊട്ടിച്ചെഴുന്നേക്കാനാണ് ദൈവം പറയുന്നത്. കർത്താവ് അവിടെ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്നെ കിടത്തിയത് എന്താണോ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നീ എഴുന്നേക്കണം. മനസ്സിലായോ? എങ്ങനെ വിടുതൽ സംഭവിച്ചേ? എങ്ങനെ വിടുതൽ സംഭവിച്ച കാഴ്ച? വിശ്വാസത്തിൻ്റെ അകത്ത്. വിഷയത്തെ നോക്കി അവൻ അവിടെ കിടന്നില്ല. എടാ 38 വർഷമായിട്ട് ഞാൻ ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. എന്നോടാണോ ഈ വാക്ക് പറയുന്നത്? എഴുന്നേക്കാൻ പറയുന്നത്? എന്നോടാണോ ഈ പദം ഉപയോഗിക്കുന്നത്? ഇവിടം വിട്ട് എഴുന്നേക്കാൻ പറയുന്നത്? എന്നോടാണോ പറയുന്നത് ഞാൻ കിടക്കെടുത്തോണ്ട് നടക്കാൻ പറയുന്നത്? ഇതൊന്നും അവൻ ചോദിച്ചില്ല. അവൻ ഒറ്റ എഴുന്നേൽപ്പ്. അവൻ ചാടി എഴുന്നേറ്റപ്പോൾ അവൻ്റെ രോഗം അവനെ വിട്ടു പോയി. ആമേൻ, ആമേൻ. നമ്മൾ പ്രതിരോധിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും. എന്ത് ചെയ്യണം? പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചൂടുവെള്ളം കുടിക്കത്തുള്ളൂ. ഞാൻ ചെയ്യരുത്. ചൂടുവെള്ളം എന്ത് ചെയ്യത്തുള്ളൂ? കുടിക്കത്തുള്ളൂ. നമ്മളൊരു ചൂടുവെള്ളം അല്ലാതെ കുടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ചെയ്ത് നോക്കി. പിശാചു കൊണ്ടുവരുന്ന പനിയാണെങ്കിൽ അത് ഓടും. എബ്രഹാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രസംഗകന്. അദ്ദേഹം തണുത്ത വെള്ളമല്ലാതെ, ഞങ്ങൾ ഏകദേശം 10 വർഷം ഒരു പ്രസ്ഥാനത്തിനകത്ത്, ഒരു ഓഫീസിനകത്ത് ജോലി ചെയ്തവരാ ഒന്നിച്ച്. അദ്ദേഹം തണുത്ത വെള്ളമല്ലാതെ ഒരു വെള്ളം കുടിക്കത്തില്ല. തണുത്ത വെള്ളമല്ലാതെ. പനി പിടിച്ച് കാപമൊക്കെ ഇങ്ങനെ എന്നോട് പറയും, മോനേടാ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും നീ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഇത് കുടിച്ചാൽ എങ്ങനെ? ഇത് കുടിച്ചില്ലെങ്കിൽ എൻ്റെ ശബ്ദം അടഞ്ഞു പോകും. പുള്ളി പറയുന്നൊരു കാര്യം. ഈ ഞങ്ങൾ പരസ്യമൊക്കെ നടത്താൻ പോകാൻ, അപ്പോൾ ഈ പരസ്യവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പരസ്യവും കഴിയുമ്പോഴും പുള്ളിക്ക് വേണ്ടത് തണുത്ത സോഡാ നാരങ്ങ കൊണ്ട് കൊടുക്കണം. പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തൊക്കെ നിന്നിങ്ങനെ പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിൻ്റെ അവസാന സമയമൊക്കെ ആകുമ്പോൾ അറിയാം. അപ്പോൾ ഞങ്ങൾ അന്നേരം അടുത്തുള്ള കടയിൽ നിന്നൊരു നാരങ്ങ ഇത് കുടിച്ചുകൊണ്ട് പുള്ളി പിന്നെയും പ്രസംഗം. എന്നോട് പറയാം, ചൂടുവെള്ളം കുടിച്ചാൽ എൻ്റെ ശബ്ദം അടയും. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്നാ സാറേ ഇങ്ങനെ? അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കാലഘട്ടത്തിൽ ചൂടുവെള്ളമല്ലാതെ വേറെ ഒരു വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ചൂടുവെള്ളം കുടിച്ചില്ലെങ്കിൽ എൻ്റെ തൊണ്ടയിൽ കീന്നായിപ്പോവും, എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ ഒച്ചയില്ല. നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ ചെല്ലുന്നവരെ സ്ഥലമല്ലേ, അവിടെ എല്ലാവരും എന്ത് ചെയ്യത്തില്ല? ചൂടുവെള്ളം
തരത്തില്ല. ചിലപ്പം ചൂടാക്കി തിളപ്പിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. പ്രസവിക്കാനൊക്കെ സമയമാകുമ്പോൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം, കൊണ്ടുവന്നിരിക്കുന്ന വെള്ളമൊക്കെ തണുത്തു പോകും. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചൂടുവെള്ളം തരണം, പക്ഷേ എല്ലായിടത്തും ഇത് കിട്ടത്തില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി അദ്ദേഹത്തെ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം ചൂടുവെള്ളമാണെന്നാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ തണുത്ത വെള്ളമേ കുടിക്കത്തുള്ളൂ. പച്ചവെള്ളം പോലും കുടിക്കത്തില്ല, തണുത്ത ഐസ് വാട്ടറേ കുടിക്കത്തുള്ളൂ. അതിൽ പിന്നെ ഇന്ന് വരെ എൻ്റെ ശബ്ദം അടഞ്ഞിട്ടില്ല. ഏതാണോ നമ്മളെ ഒതുക്കുന്നത്, എന്താണോ നമ്മളെ ഒതുക്കുന്നത്, അതിനെ നമ്മൾ പൊട്ടിക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അതിനെ നമ്മൾ ജയിക്കണം. അതിനെ ജയിച്ചാൽ പിന്നെ നിന്നെ പിടിച്ചു കെട്ടാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഒരു സമയങ്ങളിലൊക്കെ മാനുഷികമായ വാക്കുകൾ എന്നെ ഒത്തിരി മുറിപ്പെടുത്തുന്നതായിരുന്നു. ഭയങ്കരമായ വിഷമങ്ങൾ, ചിന്തകൾ ഒക്കെ കൊണ്ടുവരുന്നതാണ്. മാനുഷികമായ ആരെങ്കിലും എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമമാണ്, ഭയങ്കര വിഷമമാണ്. അന്നത്തെ ദിവസം ഞാൻ തീർന്നു. ചിലപ്പോൾ എനിക്ക് കഴിക്കാൻ പോലും തോന്നത്തില്ല. ഞാൻ ഓർത്ത്, അപ്പം എല്ലാവർക്കും മനസ്സിലായി നമുക്ക് എന്നാ പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാളും വലുത് ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി, ഇവൻ തീരും. പിശാച് പിന്നെ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് കൊണ്ടുവരും, നമ്മൾ തകരേണ്ടതിന് വേണ്ടി. പക്ഷെ ഞാനിപ്പം പറയട്ടെ, അതിനെ ഞാൻ എന്നാണോ ജയിച്ചത്, അതിനെ എന്നാണോ ഞാൻ ഓവർകം ചെയ്തത്, പിന്നെ അതുമായിട്ട് പിശാച് എൻ്റെ പിന്നാലെ വന്നിട്ടില്ല. പിശാച് പിന്നെ അതുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പിന്നാലെ വന്നിട്ട്. അവൻ അറിയാം ഇതൊന്നും പറഞ്ഞ ഇവൻ എന്ത് ചെയ്യത്തില്ല, കുലുങ്ങത്തില്ല. ഇതൊന്നും പറഞ്ഞ ഇവൻ ചലിക്കത്തില്ല. ഇതൊന്നും പറഞ്ഞ ഇവനെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ തന്നെ ജയിക്കണം. മനസ്സിലായോ? നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ തന്നെ ജയിക്കണം. ഇത് ഞങ്ങൾ പാസ്റ്റർമാർക്ക് നിങ്ങളുടെ വിഷയത്തെ ജയിപ്പിക്കാൻ പറ്റത്തില്ല. മറ്റാർക്കും നിങ്ങളുടെ വിഷയത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വിഷയത്തിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അതിനെ ജയിക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് അത്ഭുതം കാണുന്നത്. യേശു പറഞ്ഞ വാക്കിനെ അവൻ വിശ്വസിച്ചു. യേശു പറഞ്ഞ വാക്കിനെ അവൻ അനുസരിച്ചു. അതുകൊണ്ടാണ് മറിയ പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുവീൻ. അവൻ പറഞ്ഞത് അതുപോലെ ചെയ്തപ്പോൾ അത്ഭുതം കണ്ടു, അല്ലേ? യേശു പറഞ്ഞതുപോലെ തന്നെ ശിഷ്യന്മാരെന്ത് ചെയ്തു. പുറംപുറമ്പ് കിടക്കുന്ന കൽപ്പാത്രങ്ങൾ, 6 കൽപ്പാത്രങ്ങൾ എടുത്ത് അതിൻ്റെ അത് വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. അതെങ്ങോട്ടുണ്ട്? വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഇതെല്ലാം എന്ത് ചെയ്തു? അവരനുസരിക്കുക. സാധ്യതകളൊന്നുമില്ല, സാഹചര്യങ്ങളൊന്നുമില്ല, പക്ഷെ അത് അവരങ്ങ് അനുസരിക്കുക, അവരതങ്ങ് ചെയ്യുക. അത് ചെയ്തു തുടങ്ങിയപ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം അവർ കണ്ടു. ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് നിന്നോട് പറയുന്നത് നീ അതുപോലെ അങ്ങ് ചെയ്യണം. മാനുഷികമായ ചിന്തകൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരരുത്. മാനുഷികമായ വാക്കുകൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരരുത്. നിന്നോട് കർത്താവ് പറയാം, നീ മൂവ് ചെയ്യാൻ പറഞ്ഞാൽ നീ മൂവ് ചെയ്യണം. കർത്താവ് നിന്നോട് പറയാം, ഇരിക്കുന്നിടത്ത് നീ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നീ എഴുന്നേൽക്കണം. ദൈവം നിന്നോട് പറയാം, ഇന്നത് നീ ചെയ്യാൻ പറഞ്ഞാൽ നീ സമയം താമസിപ്പിക്കാൻ നീ ഇന്നത് ചെയ്യണം. അത് നീ ചെയ്തു തുടങ്ങിയാൽ നിന്റെ മുൻപിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ ബെഥെസ്ദ കുളക്കടവിൻ്റെ അകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം ദേശം കണ്ടു. ഇന്ന് വരെ ബെഥെസ്ദയിൽ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനൊരു അത്ഭുതം എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. എങ്ങനെയുള്ള അത്ഭുതമാണ്? ഒരുത്തൻ വെള്ളത്തിലിറങ്ങാതെ, കുളത്തിലിറങ്ങാതെ ഒരുത്തൻ സൗഖ്യമായത് അത്ഭുതം ഇന്ന് വരെ ബെഥെസ്ദയിൽ ആരും കണ്ടിട്ടില്ല. പക്ഷെ വിശ്വസിച്ചവൻ കണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ആരും കാണാത്തത് അവൻ കണ്ടതിൻ്റെ കാര്യം അവൻ വിശ്വസിച്ചു. ബിംബാസ് ആരും കാണാത്തത്, ആർക്കും ചിന്തകൾ കൊണ്ട് ചിന്തിച്ചിട്ട് ഇത് നടക്കത്തില്ലെന്ന് പലരും ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അത് വിജയിക്കും. മനസ്സിലായോ? പലരും പറയും ഇത് നടക്കത്തില്ല, ഇത് സാധ്യതയില്ല, ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഇത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ, ഇതിപ്പം തീർന്നു പോകും,
നിന്റെ ലൈഫിൻ്റെ അകത്ത് നീ ഒരു നന്മ കാണത്തി, അതൊക്കെ ആരും പറഞ്ഞോട്ടെ. പലരും മടിക്കുന്നതായിരിക്കാം, പക്ഷെ നീ ചെയ്താൽ, ആമേൻ, നീ മൂവ് ചെയ്താൽ നീ അത് കാണും. നീ വിശ്വസിച്ചാൽ നീ അത് കാണും. നീ അത് വിശ്വസിച്ചാൽ നീ അത് കാണും. ഇന്നുവരെ ഈ കുളത്തിൻ്റെ കരയിൽ നിന്ന് ആരും പോയിട്ടില്ല. 38 വർഷത്തെ പഴക്കവും പാരമ്പര്യം ആർക്കുണ്ട്? ഇവനുണ്ട്. ഇവനറിയാം ഈ കുളത്തിൽ ഇറങ്ങാതെ ഒരു വിടുതൽ സംഭവിക്കത്തില്ല. പക്ഷെ ഇവന്റെ ലൈഫിൻ്റെ അകത്ത് സംഭവിച്ചത് കുളത്തിൽ ഇറങ്ങേണ്ടി വന്നില്ല. ഇവൻ എഴുന്നേറ്റപ്പോൾ ചില വിഷയത്തിൻ്റെ അകത്ത് അങ്ങനാണ്, ചില പ്രശ്നങ്ങൾക്കകത്ത് അങ്ങനാണ്, ചില വിഷയങ്ങൾക്കകത്ത് അങ്ങനാണ്. നീ എഴുന്നേറ്റാലേ ചിലത് പൊളിയത്തുള്ളൂ. നീ എഴുന്നേറ്റാലേ ചെയ്തത് പൊളിയത്തുള്ളൂ. നീ കിടക്കുന്നിടത്തോളം കാലം, നീ ഇരിക്കുന്നിടത്തോളം കാലം ഇത് നിന്റെ മേൽ ആധിപത്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കും. ഇത് നിന്റെ വാഗ്ദത്തങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയട്ടെ, നീ എഴുന്നേറ്റാൽ ചില വിഷയത്തിന്റെ അകത്ത് നീ എഴുന്നേറ്റാൽ നീ അത്ഭുതം കാണും. ജെ ആൻറ്റി കർത്താവ് അങ്ങനെ എന്നോട് പറയാണ്, പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ദൂത് കൈമാറാൻ പറയുന്നു. എഴുന്നേക്കേണ്ട സമയം കഴിഞ്ഞു പോയി. എനിക്ക് ഒത്തിരി അറിയാവുന്ന ഫാമിലിയാണ്. പക്ഷെ കർത്താവ് എന്നോട് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയം എന്ത് ചെയ്തു? കഴിഞ്ഞു. നിങ്ങളുടെ മേലുള്ള വിളി സുവിശേഷ വേലയുടെ വിളിയാണ്, മിനിസ്ട്രിയുടെ വിളിയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒത്തിരി പദ്ധതികളുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒത്തിരി പദ്ധതികൾ, അത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു സുവിശേഷ പ്രവർത്തകയായി പലരെയും കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ നിങ്ങളെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുക. ആൻറ്റി, ആത്മാവ് എന്നോട് പറയുന്നു, ആ സമയങ്ങൾ, ദൈവം വെച്ചിരുന്ന സമയങ്ങൾ ഒത്തിരി മുൻപോട്ട് പോയിരിക്കുക. ഇനിയും പുറകോട്ട് ചിന്തിക്കണ്ട, ഇനി ആരെ നോക്കണ്ട. ശക്തമായി എഴുന്നേറ്റോ, അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും. ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചവർ, സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു ഫാമിലിയാണ്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുകയും പല ആവർത്തി ആ വീടിൻ്റെ അകത്ത് പോകാനൊക്കെ ദൈവം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് വിശാലമായിട്ട് ദൈവം എന്ത് ചെയ്യുക? വഴി നടത്തുക. ഞാൻ അന്ന് പറഞ്ഞൊരു പദമുണ്ടായിരുന്നു അവരോട്, നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ഒരത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. സമൃദ്ധി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. അതിന് മുന്നായ പിശാചിൻ്റെ ചില തന്ത്രങ്ങൾ, ഇതിനെ പൊട്ടിച്ചാൽ നിങ്ങൾ അത്ഭുതം കാണും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി വ്യത്യസ്തതകളുണ്ടായി, ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ വീണ്ടും പറയട്ടെ, കർത്താവിന് വേണ്ടി നിന്ന് തുടങ്ങിക്കോ, ചുമൽ കൊടുത്തു തുടങ്ങിക്കോ. ലൈഫിനെ ദൈവം തിരിക്കുക തന്നെ ചെയ്യും. ദൈവം ലൈഫിനെ തിരിക്കുക തന്നെ ചെയ്യും. റബന ഹസ്ബദര പ്രവാദിയ അതരഗടക ശംദൽ കമാന ലാർധന റദാരബസ് മന്ദര പ്രഭാ. സുശീലാൻറ്റി കർത്താവിനോട് ഇങ്ങനെ പറയാണ്, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് ഭയങ്കരമായി ഇടപെടുകയാണ്. സാമ്പത്തിക കുരുക്കുകളെ ദൈവം അഴിക്കാൻ പോവുക. സാമ്പത്യത്തിന്റെ കുരുക്കുകൾ ദൈവം അഴിക്കാൻ പോവുക. കർത്താവിനെ എങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു, മൂടുപടം കൊണ്ടിട്ടിരിക്കുന്നത് പോലെ കൊണ്ടിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ദൈവം എന്നോട് പറയുന്നു, അതിനെ മറ നീക്കി ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. സാമ്പത്തിക വഴികൾ തുറക്കേണ്ട സമയങ്ങൾ പലതും കഴിഞ്ഞു. ആശ്രയിച്ച ചില വിഷയങ്ങൾക്കകത്ത് അതിൻ്റെ പൂർണ്ണതയ്ക്കകത്തേക്ക് എത്തുവാൻ കഴിയാതെ അത് വഴിയിൽ നഷ്ടപ്പെട്ടു പോയതുപോലെ തിരികെ നടന്നു വരുന്ന ഒരു അനുഭവത്തെ കർത്താവിനെ കാണിക്കുക. പക്ഷേ ആത്മാവെന്നോട് പറയുന്നു, വെച്ച കാലം മുന്നോട്ട് തന്നെ വെച്ചോ, സ്റ്റെപ്പ് വെച്ചു തുടങ്ങിക്കോ. ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ്, ആഗസ്റ്റ് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സാമ്പത്തിക വിഷയവുമായി നിങ്ങളെ കുരുക്കിക്കളഞ്ഞ, വസ്തുപരമായി നിങ്ങളെ കുരുക്കിക്കളഞ്ഞ ചില ആധിപത്യങ്ങൾ ദൈവം പൊളിച്ചെഴുതുമെന്ന് ഇന്ന് പകൽ ദൂത് കൈമാറാൻ കർത്താവിനോട് പറയാ. റമദര ഹസ്ബദര പ്രവാദിയ, ഇന്ന് പകൽ എൻ്റെ ദൈവം അതിനെ തുടച്ചു മാറ്റാൻ പോകുക.
വനത്തിൽ നിന്ന് കേറി വരുന്ന ഒരു നാഗത്തിന്റെ ശക്തി. ഓ ശാഥാല ഭരാധ. ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യും. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയാൻ പറയുന്നത്, വനത്തിൽ നിന്ന് കയറുന്ന, കാട്ടിൽ നിന്ന് വരുന്ന ഒരു നാഗത്തിന്റെ ശക്തി നിന്റെ നന്മയെ മുടിച്ചു കളയാൻ, നിന്റെ സന്തോഷത്തെ, സമാധാനത്തെ തകർത്ത് കളയാൻ, ജീവിതത്തിൻ്റെ അകത്ത് എത്തിപ്പെടേണ്ട മേഖലകൾക്കകത്ത് എത്തിപ്പെടാതിരിക്കാൻ പിശാച് കൊണ്ടുവച്ചിരിക്കുന്ന ചില കുരുക്കുകൾ ഇന്ന് പകൽ എൻ്റെ ദൈവം അതിനെ ക്യാൻസൽ ചെയ്യുക. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് ഇന്ന് പകൽ എൻ്റെ ദൈവം ഇടപെടാൻ പോകുക. പരിശുദ്ധാത്മാവനോട് ഉറപ്പിച്ചു പറയാൻ പറയുന്നു, 2024 അവസാനിക്കുന്നതിന് മുൻപ് നിന്റെ വീടിനകത്ത് നിന്ന് നഷ്ടമായി പോയ സന്തോഷത്തെയോ വ്യക്തികളെയോ എൻ്റെ ദൈവം മടക്കി വരുത്തുമെന്ന് ഇന്ന് പകൽ ദൂത് കൈമാറാൻ പരിശുദ്ധാത്മാവ് പറയും. ഹല്ലേലൂയ. നിന്നെ ഇരുത്തിക്കളഞ്ഞ വിഷയത്തിന്റെ അകത്ത് നിന്ന്, നിന്നെ ഒതുക്കിയ വിഷയത്തിന്റെ അകത്ത് നിന്ന് നീ എഴുന്നേറ്റാ നീ അത്ഭുതം കാണും. നീ എഴുന്നേറ്റാ നീ അത്ഭുതം കാണോ. നീ എഴുന്നേറ്റാ നീ ദൈവത്തിന്റെ മഹത്വം കാണോ. ആരും കാണാത്തത്, ആരും അനുഭവിക്കാത്തത് നിന്റെ ലൈഫിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയുന്നു, 38 വർഷമായിട്ട് കുളത്തിന്റെ കരയിൽ ആരും സഹായിപ്പാനില്ലാതെ, ആരും ചേർത്ത് പിടിക്കാനില്ലാതെ, മാനുഷിക വാക്കുകൾക്കകത്ത് തകർന്നുപോയ ഒരു മനുഷ്യനോട് യേശു പറയുക, ഈ കുളത്തിന്റെ കര വിട്ട് നീ എഴുന്നേൽക്കാൻ. ഇന്ന് പകൽ ഞാൻ അത് ഉറപ്പോടെ പറഞ്ഞ വിഷയം അവിടെ അവസാനിപ്പിക്കുക. കർത്താവ് നിന്നോട് പറ, നീ എഴുന്നേൽക്കുക. അവൻ എഴുന്നേറ്റു. താഴോട്ട് വായിച്ചാട്ടെ സിസ്റ്റർ. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് അവൻ നടന്നു. വായിച്ചതാവട്ടെ. അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്തായിരിക്കുന്നു എന്ന് പറഞ്ഞവർ, അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കണ്ടോ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്നവൻ പറഞ്ഞു. അവൻ പറയുന്ന വാക്ക് കേട്ടോ. ഇന്ന് ശബത്താണെന്ന് പറഞ്ഞ് യഹൂദന്മാർ അവനെ വിലക്കുമ്പോൾ അവൻ പറയാണ്, എന്നോട് കിടക്കയെടുത്ത് നടക്കാൻ ഒരുവൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞ എന്താണ്? കിടക്കയെടുത്ത് നീ നടക്ക. ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയട്ടെ, വിഷയത്തിൻ്റെ അകത്ത് നീ തകർന്നു നിൽക്കാനല്ല ദൈവം പറയുന്നത്. സാഹചര്യങ്ങളെ, സമ്മർദ്ദങ്ങളെ പൊട്ടിച്ചുകൊണ്ട് നീ പുറത്തു വരണം. യേശു എന്താണോ നിന്നോട് പറയുന്നത് അത് നീ അനുവർത്തിച്ചു തുടങ്ങിയോ, നീ ലൈഫിൻ്റെ അകത്ത് അത്ഭുതം കാണുക തന്നെ ചെയ്യും. താഴോട്ട് വായിച്ചോട്ടാൻറ്റി. എന്നാൽ അവിടെ പുരുഷാരമുണ്ടായിട്ടും യേശു മാറിക്കളഞ്ഞു. അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. കണ്ടോ, അനന്തരം അവനെ യേശു ദേവാലയത്തിൽ വെച്ച് കാണുകയാ. അവനോട് യേശു കർത്താവ് പറയുന്ന വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. അവനോട് പറയാണ്, നീ നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ നീ പാപം ചെയ്യരുതെന്ന് അവനോട് പറയും. കണ്ടോ, ആ വാക്യം ശ്രദ്ധിച്ചോ. ബെഥെസ്ദ കുളത്തിൻ്റെ കരയിൽ വർഷങ്ങളായി 38 വർഷമായി കിടന്ന ഈ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. അവൻ മടങ്ങിപ്പോയി. അവനെ ദേവാലയത്തിൽ വെച്ച് വീണ്ടും യേശു കർത്താവ് കണ്ടിട്ട് അവനോട് പറയുകയാണ്, നീ സൗഖ്യം പ്രാപിച്ചല്ലോ, നിനക്ക് സൗഖ്യം എന്തുണ്ടല്ലോ, ഉണ്ടായല്ലോ, ഇതിലും തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് നീ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. അപ്പോൾ ഈ രോഗത്തിൻ്റെ കാരണം എന്തായിരുന്നു? പാപമായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ ന്യായപ്രമാണത്തെ മറിച്ചു കളഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം കൊണ്ടിട്ട ഒരു മുറിവാണ്.
ദൈവം കൊണ്ടിട്ട ഒരു രോഗമാണ്. പക്ഷെ ദൈവം അതിനെ സൗഖ്യമാക്കിയിട്ട് കർത്താവ് വീണ്ടും പറയുക, ഇതിലും തിന്മയായത് നിനക്ക് സംഭവിക്കാം. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് നീ വീണ്ടും എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ഇന്ന് പകൽ ഉറപ്പോടെ ഇവിടുന്ന് കടന്നു പോകണം. ഇന്ന് പകൽ ഒരു പുതിയ തീരുമാനത്തോടെ ഇവിടുന്ന് കടന്നു പോകണം. ജീവിതത്തിൻ്റെ അകത്ത് ഇനിയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒത്തിരി പ്രവർത്തികൾ, ചിന്തകൾ, നോട്ടങ്ങൾ, നിരൂപണങ്ങൾ, കൊടുക്ക വാങ്ങുകൾ ഒക്കെ ഒത്തിരി ലൈഫിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ അതിനെ ഉപേക്ഷിക്കുകയാണ്. ഇന്ന് പകൽ എല്ലാവരും എഴുന്നേറ്റട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടുക. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. റമന ഹസ്മദര പ്രവാദിയ. യേശു കർത്താവ് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്ക. ആ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് സാധ്യതയില്ലാത്ത സ്ഥാനത്ത്, സാധ്യതയില്ലാത്ത മേഖലകളിൽ, സാധ്യതയില്ലാത്ത ഇടത്ത് അവൻ കിടക്കയെടുത്ത് നടന്നു തുടങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പിശാച് കൊണ്ടിട്ട സകല കുരുക്കുകളും ദൈവം അഴിച്ചു മാറ്റിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് പകൽ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടേ ഇവിടുന്ന് പോകാവുള്ളൂ. ഇന്ന് പകൽ എല്ലാവരുടെ അതരങ്ങൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ജീവിതത്തിൻ്റെ അകത്ത് വന്ന കുറവുകൾ ഒരു മറ്റാര് വെളിപ്പെടുത്തുന്നതിനേക്കാളും ഉപരിയായിട്ട് ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, ജീവിതത്തിൽ വന്ന കുറവുകൾ ഒക്കെ വ്യക്തമായി നമുക്ക് തികച്ചും ബോധ്യമുള്ളവരാ. ഇന്ന് പകൽ ദൈവത്തോട് അത് ഏറ്റു പറഞ്ഞാട്ടെ. ഇന്ന് പകൽ അധരങ്ങളെ തുറന്ന് നിങ്ങൾ ഏറ്റു പറയണം. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ അതിന് മുന്നായി എല്ലാവരുടെ അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരുടെ അതരങ്ങളെ തുറന്ന് ഇന്ന് പകൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ട വിഷയങ്ങൾക്കകത്ത്, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ട വിഷയങ്ങൾക്കകത്ത് ഇന്ന് പകൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചാട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വന്നുപോയപ്പാ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അത് കടന്നു വന്നുപോയി. ഇന്ന് പകൽ നീ എന്നോട് പൂർണ്ണമായി ക്ഷമിക്കണം. അങ്ങയുടെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഇന്ന് പകൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഇന്ന് പകൽ കടന്നു വന്ന ജീവജനത്തോട് ദൈവം ഇടപെട്ടതിനായി സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക്, മനസ്സ് തകർന്നവർക്ക് സമീപസ്ഥനും രക്ഷകനുമായി ഇറങ്ങി വരുന്ന ആ യേശുവിൻ്റെ സാന്നിധ്യം, ആ യേശുവിൻ്റെ വല്ലബന്ധം ഇന്ന് പകൽ ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടണം കർത്താവേ. പിശാച് അവരെ ഇരുത്തിക്കളഞ്ഞ, പിശാച് അവരെ ഒതുക്കിക്കളഞ്ഞ, അവരെ മൂടിക്കളഞ്ഞ ചില വിഷയങ്ങളെ ഇന്ന് പകൽ അവർ പൊട്ടിച്ചുകൊണ്ട് അവർ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ അവരുടെ ലൈഫിൻ്റെ അകത്ത് കർത്താവേ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതിനോ
ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ കടന്നു വന്ന എല്ലാവരെ പേരുപേരാൻ ദൈവത്തിന്റെ കരത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ സംഭവിക്കട്ടെ കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, വീര്യപ്രവൃത്തികൾ സംഭവിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. അഭയം ചൊല്ലുന്നു, എൻ കർത്താവേ